മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും പേരിൽ വ്യാജരേഖയുണ്ടാക്കി തട്ടിപ്പ്. പാലക്കാട് സ്വദേശി ആനന്ദ് രാമകൃഷ്ണനാണ് സർക്കാരിൽ നിന്ന് 64 കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് വരുത്താൻ മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡിന്റെ വ്യാജ പകർപ്പ് ചമച്ചത്. മന്ത്രി മുഹമ്മദ് റിയാസിന് 98,000 രൂപ നൽകിയെന്ന വ്യാജ സ്ക്രീൻഷോട്ടും ഇയാളുണ്ടാക്കി. മോർഫിംഗിന്റെ പേരിൽ 61 ലക്ഷം രൂപ തട്ടുക. ഇത് തിരികെ നൽകാമെന്ന് ഉറപ്പുവരുത്താനായി സർക്കാരിൽ നിന്നും തനിക്ക് 64 കോടി രൂപ കിട്ടാനുണ്ടെന്ന് പറയുക. ഇത് വിശ്വസിപ്പിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ ലെറ്റർ ഹെഡിന്റെ വ്യാജ പതിപ്പ് ഉണ്ടാക്കുക. പാലക്കാട് നടന്നത് തട്ടിപ്പിന്റെ പുതിയ വെർഷനാണ്. ലാപ്ടോപ്പും മൊബൈൽ ഫോണും സർവീസ് ചെയ്യാൻ നൽകിയ പരിചയമാണ് മുതുതല സ്വദേശിയായ ഇരയ്ക്ക് ആനന്ദ് രാമകൃഷ്ണനുമായി. ഒരു ദിവസം അജ്ഞാത നമ്പറിൽ നിന്നും ഇരയ്ക്ക് തന്റെ അമ്മയുടെയും സഹോദരിയുടെയും മോർഫ് ചെയ്ത ദൃശ്യങ്ങൾ ലഭിച്ചു. എന്തു ചെയ്യണമെന്നറിയാൻ സാങ്കേതിക കാര്യങ്ങളിൽ ധാരണയുള്ള ആനന്ദിനെ ഇയാൾ സമീപിച്ചു. ഹാക്കർമാരാണ് ഇതിന് പിന്നിലെന്ന് വിശദീകരിച്ച ആനന്ദ് പ്രശ്നം പരിഹരിക്കാനെന്ന് പറഞ്ഞ പല ഘട്ടങ്ങളിലായി 61 ലക്ഷം രൂപ തട്ടിയെടുത്തു. പറ്റിക്കപ്പെട്ടെന്നറിഞ്ഞ ഇര പണം തിരികെ ചോദിച്ചപ്പോഴാണ് ആനന്ദ് രാമകൃഷ്ണൻ പുതിയ തട്ടിപ്പ് നടത്തിയത്. തനിക്ക് സർക്കാരിൽ നിന്നും 64 കോടി രൂപ പാസായെന്നും ഇത് കിട്ടിയാലുടൻ പണം തിരികെ നൽകാമെന്നും ഇയാൾ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ലെറ്റർ പാഡിൽ വ്യാജമായി ഉണ്ടാക്കിയ രേഖയാണ് തെളിവായി നൽകിയത്. ധനകാര്യ ജോയിന്റ് സെക്രട്ടറിയുടെ പേരിലും വ്യാജരേഖ ഇയാൾ തയ്യാറാക്കി. അതിനിടെ തുക വേഗം ലഭിക്കുന്നതിന് കൈക്കൂലിയായി മന്ത്രി മുഹമ്മദ് റിയാസിന് 98,000 രൂപ ഫോൺ പേയിലൂടെ അയച്ചു നൽകിയെന്ന് പറഞ്ഞ വ്യാജ സ്ക്രീൻഷോട്ടും ആനന്ദ് കാണിച്ചു. ഞാനത് മുഖ്യമന്ത്രിയുടെ സാങ്ഷനൊക്കെ വാങ്ങിയിട്ടുണ്ട്, CM ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അത് റെഡിയാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് മുതലാണ് എനിക്കൊരു ലെറ്റർ പാഡ് കാണിച്ചത്, CMന്റെ ലെറ്റർ പാഡ് കാണിച്ചു തന്നിട്ട് ഇത്ര രൂപ വരാനുണ്ട് എന്ന് പറഞ്ഞത്. റിയാസ് സാറ് അത് ആ കാശ് തട്ടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണമാണ് പിന്നെ ഒരു പോലീസുകാരൻ വഴി അതൊക്കെ ക്ലിയർ ആക്കാം, റിയാസ് സാറിനെ പ്രതിരോധത്തിലാക്കുന്ന എവിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് കാശ് വേണം എന്നാലേ ഞാൻ അതിന് പിന്മാറുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം കുറച്ച് പൈസ അങ്ങനെ വേറെ രീതിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ അക്കൗണ്ടുകൾക്ക് ഇട്ട് തന്നു. അപ്പോൾ അതിനെന്താ തെളിവ്, എനിക്ക് തെളിവ് വേണമെന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വാട്സപ്പ് ചെയ്ത് തന്നതാണ്. രേഖകളെല്ലാം വ്യാജമെന്ന് മനസ്സിലാക്കിയ ഇര പട്ടാമ്പി പോലീസിൽ പരാതി നൽകി. പോലീസ് FIR ഇട്ടെങ്കിലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടന്നിട്ടില്ല. മുഖ്യമന്ത്രിയുടെയും ധനകാര്യ സെക്രട്ടറിയുടെയും വ്യാജ ലെറ്റർ പാഡുകൾ ഉണ്ടാക്കുക, മന്ത്രിക്ക് പണം അയച്ചു നൽകിയതിന്റെ വ്യാജ രേഖ നിർമ്മിക്കുക. ഗുരുതര തട്ടിപ്പാണ് പാലക്കാട് സ്വദേശിയായ ആനന്ദ് രാമകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. സംഭവത്തിൽ പോലീസിന്റെ നടപടി വൈകുന്നതിന്റെ കാരണമാണ് ഇനി അറിയേണ്ടത്. നന്ദഗോപാൽ, മീഡിയ 1, പാലക്കാട്.